കേരളത്തിൽ ഏറ്റവും വലിയ ഒരു അതിദരിദ്രനുണ്ട്. ആ ദരിദ്രനായത് ജനങ്ങളെ മുഴുവൻ ബാധിക്കും. ആ അതിദരിദ്രൻ ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ ഇപ്പോൾ സത്യത്തിൽ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും കാശില്ല. കോമ്പൗണ്ടിലുള്ള ചെങ്കല്ലുണ്ടെങ്കിൽ അത് വെട്ടാൻ അനുവാദം കൊടുക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ. ഇപ്പോൾ വലിയ പ്രഖ്യാപനം നടത്തിയില്ല അസംബ്ലിയിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ധനകാര്യമന്ത്രി നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പാവപ്പെട്ടവന് കിട്ടിക്കൊണ്ടിരുന്ന സർവീസ്, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് മറ്റൊരു എങ്ങോ എല്ലാം പോയ കാലത്ത് അത് അപ്പോഴാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് കുറച്ച് മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ യാഥാർത്ഥ്യ ബോധമുള്ളത് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ മോശമായിരിക്കുകയാണ് ആളുകളുടെ സ്ഥിതി. ആവശ്യമില്ലാത്ത എക്സ്പെൻഡിച്ചർ അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് ബദൽ എല്ലാ കാലത്തും ഉണ്ടായില്ലേ? ഞങ്ങൾ പൊതുമേഖല റീസ്ട്രക്ചറിങ് ഞാൻ പറഞ്ഞിട്ടില്ലേ, 90കളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ശക്തിയായി എതിർത്തുകൊണ്ടാണ് 90കളിൽ പൊതുമേഖല റീസ്ട്രക്ചറിങ്. ഇപ്പോൾ എത്ര കോടി പോയി. അപ്പോൾ ശമ്പളം കൊടുക്കാൻ വേണ്ടി അന്ന് റീസ്ട്രക്ചറിങ്ങിനെ എതിർത്തവർ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ വേണ്ടി കല്ല് വെട്ടി വിൽക്കുകയാണ്. അവിടെ എത്തി മെഷീനറിയൊക്കെ വിറ്റ് തീർന്ന് കൊണ്ടുപോയി. നിങ്ങളിവിടെ എട്ടിക്കോട്ടും അവിടെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ? ഒരുപാട് പണം ചോർന്നു പോകുന്ന വഴികളുണ്ട്. അതൊക്കെ UDF വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ആൾട്ടർനേറ്റീവ് അതാണ്. ആനുകൂല്യങ്ങൾക്കാണ് കട്ട്, ആശുപത്രിക്കാണ് കട്ട്. പക്ഷേ ബാക്കി പൊടിപടലങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. ദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ 1.5 കോടിയോ എത്രയോ ചിലവായി. അവർക്കൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥ ലോബിക്ക് ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇവിടെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും കൊടുക്കുന്ന പലതും കേരളത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും കേരളത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടുള്ളവരാണ് ഡൽഹിയിലുള്ളവർ. അതുകൊണ്ട് കേരളത്തിന് കൊടുക്കുമ്പോൾ അവർ വളരെ പിസ്കേ കൊടുക്കുകയുള്ളൂ. അതിന് കാരണം പറഞ്ഞാൽ എന്താ? അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ആവശ്യമില്ല എന്നപ്പോൾ നമ്മൾ തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ വാങ്ങും? കാണാൻ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പല ആനുകൂല്യങ്ങളും അവർ വെട്ടിക്കുറക്കും. കാശ് കൊടുക്കാത്തതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവച്ച ഉപകരണം എടുത്തു കൊണ്ടുപോവുക. എന്നിട്ട് കേരളം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ദരിദ്രരില്ലാത്ത കേരളമാണ് നമ്പർ 1. നാക്കുപ്പയും സ്ലിപ്പും ഒക്കെ ആർക്കാ പറ്റാത്തത്? നിയമസഭയിൽ നിങ്ങൾ കേട്ടില്ലേ? ഞാനിപ്പോൾ അത് പറയണോ? എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കും ചിലപ്പോൾ പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ പിഴവുണ്ടാവാം. അത് പാർട്ടിക്ക് രീതിയുണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് പ്രധാനം. അത് ഞാൻ നാളെ പറഞ്ഞാൽ എന്നെയും തിരുത്തും, ഒരു സംശയവും വേണ്ട. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക